കർക്കിടക മാസം 12-ാം ദിവസം. രാമ 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 പാഹി മാം രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാക്ഷസപ്രവരനായിടിന കരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാതെ എന്നോടെത്രയും വിരയേ നീ. വീർത്തേറ്റം വിറച്ചലറി സകൽ ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ഉണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവർക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഗഡ്ഗേന ഛേദിച്ചിതുമൽ കുജാതികളെല്ലാം. ശൂരനായിടും നെയ്യുന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമായറയുള്ള മാനുഷാതമന്മാരെ കൊന്നു ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും. ശൂലമുൽക്കരമുസലാസി ചാവേഷു പിണ്ടിവാലാതി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ 14 വരം ഒരുമിച്ചു ശത്രുകം പ്രയോഗിച്ചാൻ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗകം വരും നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാനോരോ നിനാൻ. ശൂർപ്പണകയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പോയി കളഞ്ഞതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊല്ലി അങ്ങു ചൊന്നേറ്റ നേരം. രാമസായകങ്ങൾ ഉണ്ടങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകൻ ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരുമിവരെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊലാം. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ടും കറ്റവാർ കുടലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹുരമകം പുക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരികരമാത്മ അഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം
ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കരനേത്രന്മേൽ. തൽക്ഷണം അവയെല്ലാം ഇതു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചതു നിശിതാഗ്രവാണങ്ങൾ തന്നാൽ. അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാല് എൺമണി പ്രായമാക്കി. 4 ബാണങ്ങളെ ഇതു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതപാരായ സനിർമ്മിതമായ കൽപ്പേറും പരിഹവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരികത്താൽ പ്രകരിച്ചതു സീതാപതി. മസ്തകം തിളർന്നവൻ ഉർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസ്സം രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മെയ്തുടൻ മുറിച്ചിടിനാൻ തൃശിരസ്സും 100 ബാണങ്ങളെ എയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനയുധം ബാണമെയ്താൻ. അവനീപതി വീരനവനും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഗരാദിത്യതാപതോടിയിടും രഥം തന്നിലമ്മാറു കരകേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടും ബാണങ്ങൾ തൂകിയിടിനാൾ. ഒന്നിനൊന്നെയ്തു മുറിച്ചിരുന്നവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഗരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശൂകരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോട് അമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുന്തോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രന നിക്ഷിപ്തമായിരുന്ന ചരാസനം തൃക്കൈയിൽ കാണായി വന്നിതത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സൽ ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊരിച്ചാതിനായകനോടും. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടുന്ന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശുകരൻ. തെറ്റെന്നു പൊടിച്ചതു രാഘവനുണപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിഷയങ്ങളാൽ. അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാം ആഗ്നേയാസ്ത്രമെയ്തു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാഞ്ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്ത ഇന്ദ്രാസനം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈരക്തമസ്ത്രം പ്രയോഗിച്ചു യാമ്യാസ്ത്രേണ വീരനം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ബാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീഷ്ണമാമൈഷികാസ്ത്രമെയ്തു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു
തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവാശ്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ വീണതു ഉത്തരദ്വാരെ തല തൂണി ബുക്കിത് വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ തൃശിരുക്കളാം നിശാചരവരരും 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാൽ ഓടിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരെ ഒരു മധുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പുണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപകരം സേവകാഭീഷ്ടപ്രദം നമസ്തേശ്വര ദയാവാരിതേ രഘുപദേ രമിച്ചിടണം ചിത്തം ഭവതി രമാപദേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലഛേദന കുട്ടാരമായി ഭവിക്കാഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ധൂമവും രാക്ഷസദേകന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്ത മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ചു നേരത്തു രഘുവരൻ മന്ദഹാസവും കൊണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗൽ സ്വപ്നാഖ്യാവസ്ഥ ഭേദങ്ങൾക്കും മീതേ സാക്ഷിയം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യ കൗമാരാദികളാഗമവായികളാം കല്യാതി ഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മം ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി രാഘവൻ 3:45 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോട് കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗക നീർത്തമം ഭർത്തവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാൾ ഒക്കവേ പുണ്യമതിൻ വടുവും മാച്ചിടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നത് കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാന മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെയൊടുങ്ങീടും അമർത്യ വൈര്യകളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായി 3 പേർക്കും പലലാശികൾ മായ തട്ടായി 3 പേർക്കും അങ്കുലീയവും ചൂടാരക്തവും കവചവും അങ്ങേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ
ലക്ഷ്മണവ മൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചും തൊഴുതീടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്ത് അംബുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും പ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവന് മുര ചെയ്താൻ. എന്തിതു വത്സ എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ സുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താൾ എത്രയും നൂടൻ ഭവാൻ. പ്രമത്തൻ പാനസക്തൻ ശ്രീചിതൻ അതിഷടനെന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടും അവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടും യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീതടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശയഭൂതൻ ജടാവൽക്കളങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ. തൽഭക്തിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണച്ഛേദനം ചെയ്താനിപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തൻ ചരാനീനോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിടുവിൻ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കണ്ണൽ നേർമിഴിയാളം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയായിൽ ജന്മസാഫല്യം വരും. തത്സകാശത്തിങ്കലാക്കിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കണ്ടാകുന്നു. ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ. മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ
വന്നതില്ലേതും നിദ്രചന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ചിത്രമോർത്തോളം ഇതാ ഒരു മർത്യനായി 3.25 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരൻ താരം യുദ്ധവൈദഗ്ധമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സിൽ നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട. ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാഷി നാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രമാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈമി പാരാതെ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജഡവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദത്തോടും അരുവീടിന മാരീജനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം. മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൽ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയാം ഒരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലനുട ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നത് 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തൂരണത്തിങ്കൽ. കൊന്നിത് 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ. ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കും മനോരഥം മാമകൻ സാധിച്ചിടുമില്ല സംശയമേതും. ഭക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ
നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന മണിരഥാദികൾ മാമകേ രാജരത്ന മണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞാൽ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗലസ്ത്യ പ്രഭുവും. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനും അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ. ദേവതാവസർക്കെല്ലാം മാനുഷലണ്ടാരാമൻ സാക്ഷാ ശ്രീ നാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരം ബുക്കു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്തെ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാവാൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല. ദൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാത്മാക പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതികൾ കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറുകരേറിനാൻ, ചെന്താർവാണനും തേരിലേറിയാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസുരമന്ദനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരപ്പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദ്രമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാർ. രാവണ വിശേഷിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ. കാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. അഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശയാശങ്കലരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ.
രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിതാനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി ഭഗ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവെ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനതും എത്രയും അടുത്തു വന്നിടുന്ന മെരുക്കമുണ്ട് എത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതും നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ആകാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ആകാമേ വിധിബലം പാഹിമം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടു നീ പോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിലുള്ള ഉപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ധൈര്യനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയും അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും. ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാര്യസിദ്ധ്യർത്ഥമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാകരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചില രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ
തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടു ഉര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ദിക്തിതഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ. മനുവംശാധീശ്വര ഭക്തിയെ വഴി പോലെ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും.